കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി റോഡ് ഷോ ഒക്കെ നടത്തി വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. റോഡ് ഷോ ഉഷാറായിരുന്നു. കൊട്ടും കുരവയും ബലൂണും ആളും ബഹളും അങ്ങനെ റോഡ് ഷോ വയനാടിനെ ഇളക്കി മറിച്ചില്ലേ, എല്ലാം കാണാൻ പറ്റി. പക്ഷെ ഒരു കാര്യം മാത്രം നമുക്ക് റോഡ് ഷോയിൽ കാണാൻ പറ്റിയില്ല. എന്തുട്ടാ? സ്വന്തം പാർട്ടിയുടെ കൊടി തന്നെ. അങ്ങനെ വയനാട്ടുകാർക്ക് ആവേശമായി ഇവിടെ രാഹുൽ ഗാന്ധി തിരുമ്പി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷത്തിൽ ഇത്തവണ വോട്ടെല്ലാം തൂത്തുവായിരുന്നുള്ള കോൺഫിഡൻസിലാണ് രാഹുൽജിയും അണികളും. വല്ല കാലത്താണ് ആ വഴിക്ക് വരുന്നതെന്നുണ്ടെങ്കിലും വരുമ്പോ ജനസാഗരല്ലായിരുന്നോ ജനസാഗരം. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. അല്ലെന്തത് രാഹുൽജിയുടെ റോഡ് ഷോ തന്നെയല്ലേ? രാഹുൽജി ആയോണ്ട് മനസ്സിലായി ഏത് പാർട്ടിയുടെ റാലിയാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടിയുടെ ഒരു പൊടി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ. ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. കുറെ ദൂരം റാലിയായിട്ട് നടക്കേണ്ടതല്ലേ, കൊടിയൊക്കെ പിടിച്ച് നടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അതുകൊണ്ടാ. അല്ലാണ്ട് ലീഗിന്റെ കൊടി ഉപയോഗിച്ചാൽ 2019 വിവാദം ഉണ്ടായ പോലെ സംഘപരിവാറുകാര് വ്യാജ വർഗീയ പ്രചാരണം നടത്തുമെന്ന് പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. ഇവർക്കെല്ലാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പതാക തൊട്ടുകൂടാത്തതായത്? സ്വന്തം പതാക കണ്ണിന് നേരെ കണ്ടുവിടാന്നൊക്കെ ഇങ്ങനെ ചങ്കി കുത്തണ പോലെ പറയല്ലേട്ടാ CM. അവസ്ഥ കൊണ്ടല്ലേ ഞങ്ങളുടെ UDF നേതാക്കൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണത്. എവിടെ നോക്കിയാ വോട്ട് ചോർന്ന് പോകണമെന്ന് പേടിച്ചൊഴിക്കുമ്പോഴാണ് ലീഗിന്റെ കൊടിയുടെ വിവാദം ഓർമ്മ വന്നത്. കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിന്റെ പതാകയും കോൺഗ്രസിന്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. കൊടി ഒഴിവാക്കിയ കാര്യത്തിൽ UDF നേതാക്കൾ തുല്യത കാണിച്ചില്ലേ? ലീഗിന്റെ കൊടി മാത്രമല്ലല്ലോ കോൺഗ്രസിന്റെ കൊടിയും ഒഴിവാക്കിയില്ലേ? പക്ഷപാതം കാണിക്കാത്ത UDF നിലപാടിനെ അഭിനന്ദിക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് UDF-കാരൊക്കെ പേടിച്ച് നിൽക്കാന്നൊക്കെയാണ് പറയേണ്ടത്. അത് ശരിയല്ല കേട്ടോ. മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും ഐത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് കാണുപോയത്? മാസപ്പടി വിഷയോ ED ഇടപെടലോ ചോദിക്കുമ്പോഴുള്ള മുഖഭാവമല്ലല്ലോ ഇപ്പൊ CM-നുള്ളത്. നൈസായി തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആയുധം കിട്ടിയതിന്റെ സന്തോഷമാണല്ലേ. ഇലക്ഷൻ ഇനി ആകെ 10-20 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രചാരണം ഏത് വഴിക്കാവുമെന്നും ചർച്ചകളൊക്കെ ഏത് വഴിക്ക് തിരിച്ചുവിടണം എന്നുള്ള നല്ല പ്ലാൻ ഉണ്ടല്ലേ. നിങ്ങൾ ഇരട്ടച്ചങ്കനല്ല മുച്ചങ്കനാണ് CM. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണ് അവൻ. ചിഹ്നം നഷ്ടപ്പെട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടി നീരാളി ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. അതങ്ങനെ ഒരു കാര്യം. നീരാളി ചിഹ്നത്തിൽ ഇടതുപക്ഷ നേതാക്കൾ മത്സരിക്കുന്ന കാര്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല കേട്ടാ. കനലൊരു തരിയാണെന്നുള്ളത് ഞങ്ങളുടെ കോംറേഡ്സിന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അവർ സ്വന്തം പാർട്ടിയുടെ കൂടി എവിടെ മടക്കി വെക്കാറില്ല കേട്ടോ സതീശേട്ടാ. അല്ല, ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കാൻ. ഞങ്ങളല്ലേ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ. ഞാൻ ചോദിക്കട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച കാര്യം AKG സെന്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം? ഓ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു അത്. സ്വന്തം പാർട്ടിയുടെ ഒരു കൊടി പോലും പിടിക്കാത്തൊരു പ്രചാരണം. അങ്ങനെയുണ്ട് വാറാഴ്ചയുള്ള ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ്. അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ് എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCC-യിലേക്ക് ശ്രീ MM ഹസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പറയാം, പിണറായി വിജയൻ LDF-ന്റെ കാര്യം നോക്കിയാൽ മതി. LDF-ന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. എന്ത്? ഞങ്ങളുടെ CM-ന് നേരെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു, എതിർത്ത് സംസാരിക്കുന്നു. നിങ്ങൾ കോൺഗ്രസിന്റെ ലീഗിന്റെ കൊടി ഒഴിവാക്കിയത് എങ്ങനെ ഞങ്ങളുടെ കോംറേഡ്സ് ഉപയോഗിക്കാൻ പോണെന്ന് കാണിച്ചു തരാട്ടാ. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിന്റെ കൊടിയുയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ BJP നടത്തിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു.
BJP നേതാക്കൾ ആയുധാക്കുന്നതിനും കൂടുതലാണ് നമ്മുടെ കോമ്രേഡ്സ് ഈ വിഷയം ആയുധാക്കിയത്. എന്തുകൊണ്ടാ? കോൺഗ്രസ് വിരുദ്ധത കൊണ്ടൊന്നല്ല കേട്ടോ. കോൺഗ്രസിന്റെ മഹത്തായ ചരിത്രവും ആ പതാകയ്ക്ക് പിന്നിലുള്ള കഷ്ടപ്പാടിന്റെ ജീവിതങ്ങളൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അത് പറഞ്ഞു എന്നുള്ളൂ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാം മുഖ്യമന്ത്രിയുടെ വലിയ മനസ്സിന്റെ കടാക്ഷം തന്നെ, അല്ലാണ്ട് എന്താ പറയുക. അപ്പോ നാം കാണേണ്ടത് സംഘപരിവാറിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്ന കോൺഗ്രസ്, അവരുടെ സ്വന്തം പതാക ഒളിപ്പിച്ചു വെക്കുന്ന ഭീരുത്വം, ഇതൊന്നുമല്ല ഈ നാടിന്റെ പ്രതിനിധികളായി ലോക്സഭയിലേക്ക് പോകുന്നവർക്ക് വേണ്ടത്. കോൺഗ്രസ്സുകാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്താലും ബൂമറാങ് പോലെ തിരിച്ചു പണിയിട്ടാണല്ലോ. ഇനി കൊടി കൊണ്ടുവന്നിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി കൊടി ഒഴിവാക്കി. നാടുനീളം ഇപ്പൊ എല്ലാവരും പറഞ്ഞു നടക്കണത് എന്തുട്ടാ? സ്വന്തം പാർട്ടിയുടെ കൊടി പിടിക്കാൻ പോലും ധൈര്യം ഇല്ലാത്തവരെന്നല്ലേ. എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ ഗതി. ഇതടിമുടി മറുതയുടടവാ തീക്കളിയൊടിയനുമാവാം ഒരു പടയതിനിടെ മറവിൽ തിരയണ തരികിട വഴികൾ. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൈപ്പത്തി ചിഹ്നമുള്ള മൂവർണ്ണ കൊടിയോ ചന്ദ്രക്കലയും നക്ഷത്രമുള്ള ലീഗിന്റെ പച്ചക്കൊടിയോ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ കൊടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് പേടിയാണെന്ന് മുഖ്യമന്ത്രി. അത് തങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി മാത്രം എന്ന് പ്രതിപക്ഷ നേതാവ്. രണ്ടായാലും സ്വന്തം പാർട്ടിയുടെ കൊടി പിടിക്കാനാവാതെ പ്രചാരണം നടത്തുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആയിരിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആരുടെങ്കിലും പിന്തുണ കിട്ടാനാണല്ലോ എല്ലാവരും നോക്കുക. ഇതിപ്പോ പിന്തുണ കിട്ടിയത് പണിയായിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. പറഞ്ഞു വരുന്നത് SDPIയുടെ പിന്തുണയുടെ കാര്യമാണ്. പിന്തുണ വേണോ വേണ്ടയോ എന്ന് ആദ്യം നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. പിന്നെ വന്ന് പറയുന്നു ഞങ്ങൾക്ക് ആരുടെയും പിന്തുണ ഒന്നും വേണ്ടെന്ന്. ഇപ്പോൾ തന്നെ അതിൽ ചിലവർ പറയുന്നു പിന്തുണ തരാണെങ്കിൽ തന്നോട്ടെ എന്ന്. ഒരു വിഷയം വരുമ്പോൾ 100 അഭിപ്രായം ഉണ്ടാവാന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ഒരു രീതി. ഏപ്രിൽ 1 തീയതി നമ്മുടെ SDPI നേതാക്കൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫൂളാക്കാനാണോ അതോ സീരിയസ് ആയിട്ടാണോ എന്നറിയില്ല. രണ്ടായാലും UDF നേതാക്കൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. കേരളത്തിൽ ദേശീയ തലത്തിൽ BJP വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിൻ്റെ UDF സംവിധാനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചിട്ടുള്ളത്. കഴിച്ചിട്ട് തുപ്പാനും മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. SDPIയുടെ പിന്തുണ കിട്ടിയാലും 4 വോട്ട് കൂടുതൽ കിട്ടുമല്ലോ. പക്ഷെ അപ്പോഴേക്കും പ്രശ്നം ഉണ്ടാക്കാൻ അപ്പുറത്ത് ആളുണ്ടാവുമല്ലോ. എന്താ ചെയ്യുക? അവിടെയും ഇവിടെയും തൊടാണ്ട് നമ്മുടെ സതീശ് ചേട്ടൻ അന്നൊരു മറുപടി അങ്ങ് പറഞ്ഞു. ഒരുപാട് സംഘടനകൾ UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ SDPIയുമായിട്ട് ഒരു ധാരണയിലും UDF സംസാരിച്ചിട്ടില്ല. അവരുമായിട്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല, ഒരു ധാരണയിലെത്തിയിട്ടില്ല. ഒരുപാട് ആളുകൾ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അയ്യോനോ, UDF ഭയങ്കര അടിപൊളി പാർട്ടിയല്ലേ. അതിനേക്കാൾ അടിപൊളിയാണ് UDFനകത്തെ നേതാക്കൾ. അതുകൊണ്ട് എവിടെ നിന്നൊക്കെ ആ സപ്പോർട്ട് കിട്ടാന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ, UDF നേതാക്കൾക്ക് കഴിവ് കുറച്ച് കൂടുതലായി പോയി. ഞങ്ങൾ അവരുമായിട്ട് ധാരണയിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അവർ ചെയ്യുന്നില്ലല്ലോ. ഒരു ഇതിൽ പറഞ്ഞു. അവര് പറഞ്ഞത് മതേതര ശക്തികളുടെ കൂടെ നിൽക്കും എന്നുള്ള നിലപാടാണ് അവരെടുത്തത്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞു പോയാൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന സതീശേട്ടന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് മൂപ്പര് സേഫായി നിന്ന് സംസാരിച്ചു. ബുദ്ധിമാൻ. UDFന് അനുകൂലമായി എന്ത് വിഭവങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SDPIയുടെ പിന്തുണ. SDPIയെ മുമ്പ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖരായ VD സതീശൻ, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയാണ് SDPIയെ തള്ളിപ്പറയുകയും അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് മത്സരമെങ്കിൽ അതിനേക്കാളും നല്ലത് ഇത് അവസാനിപ്പിക്കുന്നതാണ് എന്ന വരെയുള്ള പ്രയോഗങ്ങൾ ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. SDPIയുടെ പിന്തുണ എങ്ങനെ നോക്കിയാലും പണിയായിരിക്കും കണക്ക് കൂട്ടിയ സതീശേട്ടൻ പിന്നെ മാധ്യമപ്രവർത്തകരുടെ എന്ത് ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞില്ല. പിന്നെ CMന്റെ പാത പിന്തുടരായിരുന്നില്ല സതീശേട്ടൻ. ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് കലിപ്പായിരുന്നു. ഇത്രയും ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ? മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 3 ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. 3 എണ്ണം അത് നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന മറുപടിയാണ് പറഞ്ഞത്. നേരത്തെ ചോദിപ്പിച്ച ചോദ്യമാണ് ചോദിച്ചത്. 3 എണ്ണം 3 ചോദ്യത്തിന് ഞാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞല്ലോ. അതന്നെ, ഞങ്ങളുടെ സതീശേട്ടൻ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും SDPI എന്നും പിന്തുണ എന്നും പറഞ്ഞ് വരരുത്. സതീശേട്ടൻ ഇനി ഉത്തരം പറയാൻ മൂടില്ല. അതും പറഞ്ഞ് ആ പോക്ക് പോയതാണ്. പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടേ ഇല്ല.
പിന്നീട് അങ്ങോട്ട് കുലങ്കശമായ ചർച്ചയായിരുന്നു. SDPIയുടെ പിന്തുണ വേണോ വേണ്ടയോ? ഉത്തരം കണ്ടെത്താനാകാതെ പാവ നേതാക്കൾ ഉഴലുകയാണ് സുഹൃത്തുക്കളെ, ഉഴലുകയാണ്. എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, ശിവശംഭോ 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 ശംഭോ ശിവശംഭോ ശിവശംഭോ. ആശങ്കയ്ക്കും കൺഫ്യൂഷനും നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവരൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDFലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. പറയൂ, എന്നിട്ട് എന്ത് തീരുമാനം എടുത്തു? മനസ്സ് തുറക്കൂ. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും കേരളത്തിലെ കോൺഗ്രസും UDFും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDFന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. SDPIയുടെ പിന്തുണയൊന്നും UDFന് വേണ്ട. പിന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ, ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവാം എന്നാണ് സതീശേട്ടൻ പറയണത്. അല്ല സതീശേട്ടാ, പിന്തുണ വേണ്ടെന്ന് പറയണത് ഓക്കെ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാമെന്ന് കൂട്ടിച്ചേർത്തതിൽ ഒരിരട്ടത്താപ്പില്ലേ? അല്ലല്ല, ഒരു കാര്യം ചെയ്താൽ മതി. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് 2 പ്രാവശ്യം, ഇപ്പോൾ രണ്ടാമത് ചോദ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഉയ്യോ, ഇതേ സതീശേട്ടൻ പിന്നെയും കലിപ്പ്. ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഇതേ പ്രസ് മീറ്റിൽ തന്നെ സതീശേട്ടൻ പറഞ്ഞത്. ഹൈ, ഈ നേതാക്കൾക്കൊക്കെ ഇത് എന്താ പറ്റിയേ? പറയണതൊക്കെ അപ്പന് മറന്നുവാണല്ലോ. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDFന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ എന്തുട്ടാ സതീശേട്ടാ? ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ്. ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ, സംഘപരിവാറിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ. ശരി, അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടായാലും SDPIയുടെ പിന്തുണ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് UDF. അപ്പൊ സതീശേട്ടൻ വിചാരിക്കും, പ്രശ്നങ്ങളൊക്കെ തീർന്നു. നെഹി ദാദ അങ്ങോട്ടൊന്ന് നോക്കൂ, ആരാ വരണേന്ന്. അടിവാതിലും തുറന്ന് വന്നിരിക്കുകയാണ് കടവാവില്. ഞാൻ പറഞ്ഞത് തൃശ്ശൂര്, എനിക്ക് എന്റെ കാര്യം പറയാം. തൃശ്ശൂര് വോട്ടർ പട്ടികയിൽ പേരുള്ള ഏത് വോട്ടും സ്വീകരിക്കും. വോട്ടർ പട്ടികയിൽ പേരുള്ള അല്ല, ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയിൽ എല്ലാ വിഭാഗത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ, അവരുടെ ഒക്കെ വോട്ടഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. പക്ഷേ മുരളീധരേട്ടന് എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് SDPIയുടെ വോട്ട് കിട്ടിയാൽ സന്തോഷം എന്നേ മുരളീധരേട്ടൻ വിചാരിക്കും. ഒരു സൈഡിൽ നിന്ന് പ്രശ്നം സോൾവ് ആയി എന്ന് വിചാരിക്കുമ്പോഴാണ് മറു സൈഡിൽ നിന്ന് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഐക്യമില്ലായ്മയിൽ നിന്നല്ലേ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാവുന്നത്. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷെ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. നയം ഒന്ന് തന്നെയാണ്. വെള്ളത്തിൽ വീണിയാൾക്ക് ഏത് കച്ചിത്തിരുമ്പ് പിടിക്കാനുണ്ടാവും. അതുപോലുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് കാണണം. ഇതുകൊണ്ടൊന്നും അവർ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതിപ്പോ എങ്ങനെങ്കിലും ഒന്ന് ഒതുക്കാൻ നോക്കുമ്പോ അടുത്ത പണി വരാണല്ലോ സതീശേട്ടാ. അപ്പൊ ശരിക്കും നിങ്ങൾ SDPIയുടെ പിന്തുണ വേണ്ടാന്ന് വെച്ചിട്ടില്ലേ? അല്ല, പാർട്ടി തീരുമാനമാകുമ്പോ എല്ലാവരും അത് ഒറ്റക്കെട്ടായി അംഗീകരിക്കുന്നതാണല്ലോ ഒരു പതിവ്. ആവശ്യത്തിലേക്ക് പോകണം, വേറെ ഏതെങ്കിലും വിഷയം ചോദിച്ചു. ഈ സതീശേട്ടന് ഇത് എന്താ പറ്റിയേ? മുഖ്യമന്ത്രി എപ്പോഴും ചൂടാവുന്നു, മുഖ്യമന്ത്രി എപ്പോഴും ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ അതിനേക്കാൾ എഫക്റ്റിൽ ചൂടാവണത്. ഉറച്ചൊരു നിലപാടെടുക്കാൻ പറ്റാണ്ടാവുമ്പോ മനുഷ്യന്മാർക്ക് വരുന്ന ഓരോരോ മാറ്റങ്ങളെ. സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററാണ് വിഷയം. ചിലയിടത്ത് കരിയോയിൽ ഒഴിക്കൽ, ചിലയിടത്ത് ബോർഡ് അഴിച്ചു മാറ്റൽ, മറ്റു ചിലയിടത്ത് ബോർഡുകൾ നശിപ്പിക്കൽ. വാട്ട് ഈസ് ദിസ്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്?
ആലപ്പൂരിൽ പോസ്റ്റർ സ്ഥാപിച്ചതിനെ ചൊല്ലി ഇന്ന് അടിയോടടിയായിരുന്നു. പടിഞ്ഞാറേക്കോട്ടയിലെ ഒരു പൊതുസ്ഥലത്ത് നമ്മുടെ മുരളീധരേട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. നിയമലംഘനാണെന്ന് കാണിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു. ആ പോസ്റ്ററിലൊക്കെ കരിയോയിലടിക്കാൻ കമ്മീഷൻ ഒരു സ്ക്വാഡിനെ ഇറക്കുകയും ചെയ്തു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റർ നശിപ്പിക്കാൻ ഒരു പൊടിക്ക് സമ്മതിക്കണ്ടായിരുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് ഇവിടെ കരിയോയിലെങ്കിൽ അപ്പുറത്ത് ബോർഡ് അഴിച്ചു മാറ്റൽ. നിയമം ലംഘിച്ച് സ്ഥാപിച്ച നമ്മുടെ സുരേഷ് ഗോപിയുടെ കട്ടൗട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചു മാറ്റി. ഓഹോ, അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് നമ്മുടെ ജിമാരെല്ലാം ആ കട്ടൗട്ട് തിരിച്ചു കെട്ടുകയും ചെയ്തു. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇടപെട്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആലപ്പുഴയിൽ ഏതോ ദ്രോഹികളാണ് ഞങ്ങളുടെ ശോഭേച്ചിയുടെ പോസ്റ്ററൊക്കെ നശിപ്പിച്ചത്. പോസ്റ്ററുകളൊക്കെ നശിപ്പിച്ചതിന് പിന്നിൽ AM ആരിഫ് സെറ്റാക്കിയ ടീമാണോ എന്നാണ് ശോഭേച്ചിയുടെ സംശയം. ഇതിലൊന്നിലും തളർന്നു പോകുന്നവളല്ല ശോഭാ സുരേന്ദ്രൻ. ഇതൊന്നും കണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിർത്തി വീട്ടിൽ പോകുന്ന ആളല്ല ഞാൻ വളരെ ശക്തമായി തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡ് എന്തിനാണ്? കഴിഞ്ഞ 30 വർഷമായിട്ട് വേദനയുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പ്രവർത്തകന്മാർ വെച്ച ബോർഡ് കീറിക്കളയുക എന്ന് പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 30 വർഷം അത്യധ്വാനം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ വെച്ച എൻ്റെ മുഖമുണ്ടല്ലോ, അത് എന്തായാലും ഫ്ലെക്സ് ബോർഡ് കീറിയവർക്ക് നശിപ്പിക്കാൻ സാധിക്കില്ല. ആ മുഖം മതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിജയിപ്പിക്കാൻ. നിയമങ്ങളും ചട്ടങ്ങളും രാഷ്ട്രീയ മര്യാദയും പാലിച്ച് ജനാധിപത്യത്തിന്റെ ഈ ഉത്സവം നമുക്ക് ഉഷാറാക്കണം. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.